ഗുഡ് മോർണിംഗ് എവരും. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് രക്ഷയ്ക്കായിട്ട് തന്നിരിക്കുന്ന ഗോസ്പൽ അല്ലെ, സുവിശേഷം. ആ സുവിശേഷത്തിൽ നമ്മൾ മുറുകെ പിടിച്ചില്ല എങ്കിൽ, അതനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വെറുതെ ആയി പോകും എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിശ്വാസം നമുക്ക് കൂടിയേ പറ്റത്തുള്ളൂ. നമ്മൾക്ക് വിശ്വാസം വരുന്നത് തന്നെ നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് അല്ലെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ല എങ്കിൽ, നമ്മൾ ജീവിക്കുകയെങ്കിൽ, നമ്മളുടെ ഗോസ്പൽ നമ്മൾ മുറുകെ പിടിച്ചില്ല എങ്കിൽ അല്ലെ, അത് ലാച്ച് ഓൺ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ലോകത്തെ അതിജീവിക്കാൻ സാധിക്കത്തില്ല, പിശാചിനെ അതിജീവിക്കാൻ സാധിക്കത്തില്ല, ടെംപ്ടേഷനുകൾ അതിജീവിക്കാൻ സാധിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പാപങ്ങളെ അതിജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്: നിങ്ങളുടെ വിശ്വാസം വെറുതെയായി പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വചനത്തിൽ, ഗോസ്പലിൽ അല്ലെ, എന്താ പറയുക, സുവിശേഷത്തിൽ മുറുകെ പിടിക്കുക, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ്, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു കർത്താവ്. ഓ ലോർഡ് ജീസസ്, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ ലാച്ച് ഓൺ ചെയ്യാൻ വേണ്ടി കർത്താവ്, ലോർഡ് മുറുകെ പിടിക്കാൻ വേണ്ടി, അതനുസരിച്ച് ഒരു ജീവിതം ജീവിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിന് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ അങ്ങിലേക്ക് നയിക്കുന്നല്ലോ, ഞങ്ങൾക്കെല്ലാം റിവീൽ ചെയ്ത് തരുന്നല്ലോ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമം തന്നെ ആമേൻ. നമുക്കിന്ന് കൊരിന്ത്യരിലേക്ക് പോകാം. 1 കൊരിന്ത്യന്റെ 15 ചാപ്റ്ററിന്റെ 1-2 വാക്കുകളാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യരിന്റെ 15 ചാപ്റ്ററിന്റെ 1-2 വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ ഇപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുകയില്ല. ഇപ്പൊ ഞാനിത് വായിച്ചിരിക്കുന്ന POC ബൈബിളിൽ നിന്നാണ്. മറ്റേ ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് കൊണ്ട് POC ബൈബിളിൽ നിന്നാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നതുമായിട്ട് ഒരുപാട് എന്താ പറയുക, സാമ്യമായിട്ടാണ് POC ബൈബിളിൽ വായിച്ചിരിക്കുന്നത്. ഏതായാലും ദൈവത്തിന്റെ വചനം അല്ലെ. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ദൈവം രക്ഷയ്ക്കായിട്ട് തന്നിരിക്കുന്ന ഗോസ്പൽ എന്ന സുവിശേഷം അതിൽ നമ്മൾ എന്താ പറയുക, ക്ലിങ് ഓൺ ചെയ്യുവാണെങ്കിൽ അല്ലെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോകത്തില്ല അല്ലെ. നമ്മളത് എന്താ പറയുന്നത്, അതിൽ നിലനിൽക്കണം അല്ലെ. ഗോസ്പൽ ആയിരിക്കണം നമ്മളുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ദൈവത്തിൽ നമുക്കൊരു സ്ഥാനമില്ല അല്ലെ. ദൈവത്തെ പ്രീതിപ്പെടുത്താനും വിശ്വാസമില്ലാതെ നമുക്ക് സാധിക്കത്തില്ലല്ലോ. നമുക്ക് യേശു ജീവിക്കുന്നവനാണെന്ന് നമ്മൾ എന്താ പറയുക, ഉറച്ചു വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾക്ക് എന്താ പറയണ, ജീവിക്കുന്നവനാണ് തന്നെയല്ല, യേശുവിന്റെ വഴിയിൽ കൂടെ നമ്മൾ നടക്കണം ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ ഒരു പരിശുദ്ധി അത് നമുക്ക് ഇല്ല. ദൈവത്തിന്റെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ 15 ചാപ്റ്റർ, ജോണിന്റെ 15 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ക്ലീൻ ആക്കാനുള്ള കഴിവുണ്ട് അല്ലെ, നമ്മൾ പ്രൂൺ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ ക്ലീൻ ആക്കണമെങ്കിൽ സാങ്ക്ടിഫൈ ചെയ്യാനുള്ള കഴിവ് ദൈവത്തിന്റെ വചനത്തിന് ഉണ്ടെങ്കിൽ, ആ വചനം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ, നമ്മുടെ ദൈവത്തിന്റെ വചനം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് കൂട്ടുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമായിരിക്കണമെന്നില്ല. നമ്മൾ എന്താ പറയാ, തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മുടെ വിശ്വാസം അത് വെറുതെയായി പോകും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ കൊരിന്ത്യരുടെ കാര്യം തന്നെ എടുത്ത് നോക്കുക. അവര് ഒരുപാട് എന്താ പറയാ, ഒന്നാമത്തെ കാര്യം പറയട്ടെ, ദൈവം കൊരിന്ത്യൻ സഭയെ അതിന് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, കൊരിന്ത്യൻ സഭ ആ ചർച്ചിനെ ദൈവം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പോൾ വഴിയാണ് അല്ലെ. അപ്പൊ അവിടുത്തെ അപ്പോസ്തലനായിട്ടിരിക്കുന്ന പോൾ എന്ന് വിചാരിച്ചോണം അല്ലെ. ദൈവത്തിന്റെ കയ്യിലെ വലിയ ഒരു ആയുധമായിരുന്നു പോൾ അല്ലെ. 13 ബുക്കുകളാണ് പോൾ വഴി ദൈവം എഴുതിയിരിക്കുന്നത്. അതുപോലത്തെ വലിയൊരു അപ്പോസ്തലൻ ഉണ്ടായിരുന്ന ചർച്ചാണ് കൊരിന്ത്യൻ ചർച്ച്. പക്ഷെ അവര് പോയ വഴി എന്ന് വെക്കുമ്പോ, അത് നമ്മൾ ഈ
കൊരിന്ത്യർക്ക് ലേഖനത്തിലേക്ക് വായിക്കാൻ നമുക്ക് പലപ്പോഴെങ്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടില്ലേ, കൊരിന്ത്യര് എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇവർക്ക് നേരെ കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നല്ലോ, അല്ലെ? അവര് ചെയ്തു കൂട്ടിയ പല പാപങ്ങളും അവർക്ക് അവര് ഒഴിവാക്കാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും അവര് ചെയ്തിരുന്ന ഒരു ചർച്ചുകാരാണ് കൊരിന്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നില്ല ഒരിക്കൽ പോലും കൊരിന്ത്യൻ ചർച്ചുകൾ മഹാമോശം, നമ്മളെല്ലാവരും നല്ലവരാണ് എന്ന് ഞാൻ ഒരു കാരണവശാലും പറയുന്നില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ല, മാനസികമായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊരിന്ത്യൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 15ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവരിലെ കൊരിന്ത്യൻ ചർച്ചിൽ പലരും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് റിസറക്ഷൻ ഇല്ല, ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെ? ആ ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് പോള് പറഞ്ഞിരുന്ന, പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞിരുന്ന ഗോസ്പലിൽ നിന്ന് അവര് വ്യതിചലിച്ചിരുന്നു എന്ന് ചുരുക്കം, അല്ലെ? അവര് ഇച്ചിരി ഒന്ന് മാറിപ്പോയിരുന്നു എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെ ആകരുത് എന്ന പോൾ വഴി ദൈവം പറഞ്ഞു. നമ്മൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ഗോസ്പല്, ദൈവത്തിന്റെ വചനത്തില് മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി കൊളോഷ്യ ചർച്ചിനോടും ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 21 തൊട്ട് 23 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ദൈവത്തിന്റെ മുമ്പില് എന്താ പറയാ, പരിശുദ്ധരായിട്ട് നിൽക്കുന്നതിന് വേണ്ടി, അല്ലെ, നിഷ്കളങ്കരും പരിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി നിർത്തുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മരിച്ചത്, അല്ലെ? നമ്മളെ പിതാവുമായിട്ട് നിരപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രോസ് ഓഫ് കാൽവരി ചെയ്ത് കഴിഞ്ഞ് തന്റെ രക്തം ചീന്തിക്കൊണ്ട് യേശുക്രിസ്തു ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പൊ ദൈവം യേശുക്രിസ്തു നമ്മളെ പിതാവിന്റെ മുമ്പിൽ പരിശുദ്ധരായിട്ട് നിഷ്കളങ്കരായ കുറ്റമില്ലാത്തവരായിട്ട് എന്നും നിർത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നിർത്തുകയും ചെയ്യും. നമ്മള് ആ ഗോസ്പല് നമുക്ക് തന്നിരിക്കുന്ന, അല്ലെ, സുവിശേഷം നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾക്ക് ആ പ്രതീക്ഷയില് നമ്മള് എന്താ പറയാ, പ്രതീക്ഷ ഇളകാത്തവരായിട്ട് നമ്മുടെ വിശ്വാസത്തില് അടിയുറച്ചവരായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത്. അതിന് ആവശ്യമുള്ളതായിട്ടുള്ള പിതാവ് നമുക്ക് ചെയ്തു അന്ന് തരിക തന്നെ ചെയ്യും. ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മുടെ ഉള്ളിൽ ദൈവം എന്താ പറയാ, സീലുമായിട്ട് വെച്ചിരിക്കും. നമ്മുടെ ഇൻഹെറിറ്റൻസിന്റെ, നമ്മുടെ എന്താ പറയാ, അവകാശത്തിന്റെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമ്മളെ യേശുവിലേക്ക് നയിക്കുന്നതിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ജീവിക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു കടമ അത് നമുക്കുണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ല എങ്കിൽ, അല്ലെ, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ യേശുവിന് നമ്മളെ നിഷ്കളങ്കരായിട്ട് കുറ്റമില്ലാത്തവരായിട്ട്, അല്ലെ, എന്താ പറയുന്നത്, ദൈവത്തിന് മുമ്പില് നിർത്താൻ സാധിക്കത്തില്ല, അല്ലെ? ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധമുള്ളവർ ആയിട്ട് അല്ല എങ്കിൽ, നമുക്കറിയാം മത്തായിലേക്ക് വരുമ്പോൾ 24ാമത്തെ ചാപ്റ്ററിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട് അവസാനത്തെ കാലത്തെ പറ്റി, അല്ലെ, നടക്കാൻ പോകുന്ന കാലത്തെ പറ്റി. പല പ്രോഫറ്റുമാര് വരും, അല്ലെ, എന്താ പറയാ, കർത്താവാണെന്നുള്ള പേരിൽ വരെ ആൾക്കാർ വരും, അല്ലെ, ഫോൾസ് പ്രോഫറ്റുമാർ വരും, പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി പറഞ്ഞ ശേഷം, പേഴ്സിക്യൂഷനെ പറ്റി യേശു പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നത് 24ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മത്തായിന്റെ 24:13 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ ആയിരിക്കണം നമ്മൾ, അല്ലെ? അപ്പൊ അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾക്ക് വെറുതെ പറ്റത്തില്ല, അല്ലെ? നമുക്ക് വെറുതെ അങ്ങനെ നമ്മുടെ ശക്തി കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ അതിനാണ് ദൈവം ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ കൊരിന്ത്യന്റെ 15ാമത്തെ ചാപ്റ്റർ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ അചഞ്ചലരായി ഗോസ്പൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുവിശേഷം, അല്ലെ? സുവിശേഷം ദൈവത്തിന്റെ വചനം, അതില് എന്താ പറയാ, അചഞ്ചലരായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെ? അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോകാതിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മള് അചഞ്ചലരായ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മളുടെ ദൈവത്തിന്റെ വചനം എന്ന് പറയും, വചനം എന്ന് പറയുമ്പോൾ ആരാണ്? യേശുക്രിസ്തുവാണ് വചനം, അല്ലെ? അപ്പം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിനൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം പറഞ്ഞത് യേശുക്രിസ്തുവാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് ലൂക്കോസിന്റെ 18ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 8ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ എനിക്ക് വിശ്വാസം കണ്ടെത്താൻ
സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ഭൂമിയിൽ എനിക്ക് വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ? ദൈവം ഒരു വെറും കളിവാക്ക് പറയുന്നവനല്ലെന്ന് വിചാരിച്ചു അല്ലെ? ഇവിടെ ഇപ്പൊ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യരോട് പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുക, നിങ്ങള് എന്താ പറയുക, നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പോൾ വഴി പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷത്തെ നിങ്ങൾ പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താ പറയുക നിലനിൽക്കുകയുള്ളൂ അല്ലെ? നിങ്ങളുടെ വിശ്വാസം വെറുതെയായി പോകാതിരിക്കും. നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചത് അത് വെറുതെയായി പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പിടിച്ചു നിന്നേ പറ്റും. ചർച്ചിനോടാ പറയുന്നത് അല്ലെ? അപ്പം അങ്ങനെയാകുമ്പോ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വിട്ടിട്ട് പോകുന്ന വ്യക്തികൾ ഉണ്ടാകും എന്നാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പോ നമ്മൾക്ക് നമ്മൾ വിട്ടിട്ട് പോകുന്ന വ്യക്തികൾ ആകരുത് എന്ന് ദൈവം നമ്മളോട് പറയുവാണ് അല്ലെ? ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോ വെറുതെ ബൈബിള് വെറുതെ ബൈഹാർട്ട് പഠിക്കാതൊന്നും ദൈവം പറയുന്നില്ല അല്ലെ? ഒട്ടും തന്നെ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബൈബിള് ബൈഹാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വചനം അറിയാം എന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൈവത്തിന്റെ വചനം നമ്മുടെ ഇങ്ങനെ മനപ്പാഠം പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വചനം നമ്മളുടെ അപ്പമായിട്ട് തീരണം. ഞാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കത്തില്ല. നമ്മുടെ ഭക്ഷണം അല്ലെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക, ഈ ശരീരം പോകുന്ന ഒരു സമയം വരും അല്ലെ? ഇത് പോയേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതേ കൊരിന്ത്യർക്ക് തന്നെ എഴുതിയ ലേഖനത്തിലെ 1 കൊരിന്ത്യർ 15 ഇതേ ചാപ്റ്ററിന് തന്നെ നമ്മൾ വായിക്കുന്ന കാര്യം, ഇത് നമുക്ക് ഈ ശരീരം പോയേ സാധിക്കത്തുള്ളൂ അല്ലെ? നമ്മൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, നമുക്ക് ശരീരമുണ്ട്. ശരീരം നമുക്ക് പോയേ പറ്റത്തുള്ളൂ. നമ്മളുടെ വചനം നമ്മളുടെ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഹോൾസം ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യത്തിലും നമ്മുടെ ആത്മാവിനുള്ളത്, നമ്മുടെ പ്രാണനുള്ളത്, നമ്മുടെ ശരീരത്തിന് ഉള്ളതാണ് അല്ലെ? അത് ആ വചനം ഈ ശരീരത്തിന്റെയും ആത്മാവിന്റെയും പ്രാണന്റെയും എല്ലാ ഏരിയയിലും ഒരേപോലെ ഫിൽഡ് ആയിട്ടല്ല ഇല്ല എങ്കിൽ നമ്മൾക്ക് ഒരേപോലെ വചനം നമ്മൾക്ക് ഉള്ളിൽ ഇല്ല എങ്കിൽ, വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല അല്ലെ? നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇല്ല എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീണ് പോകത്തില്ല. നമ്മൾ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 40 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നത്, യേശുക്രിസ്തു ഫാസ്റ്റിംഗ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ 80 ദിവസത്തേക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് മിക്കവാർക്കും ആൾക്കാർക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ട്. ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകും അല്ലെ? അപ്പൊ നമ്മൾ ഭക്ഷണമില്ല ഇരിക്കുന്ന നമ്മൾ കഴിക്കുന്ന റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കിയേ. കുറച്ച് ദിവസം വരുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ഡള്ളായിപ്പോ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഉറക്കം കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോ എന്ന് പറഞ്ഞു ദൈവത്തിന്റെ വചനം അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് നമ്മുടെ ആത്മാവിന് തന്നെയല്ല അല്ലെ, നമ്മുടെ ആത്മാവിനും ആവശ്യമാണ്, നമ്മുടെ പ്രാണനും ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ് അല്ലെ? എന്താ പറയണേ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം കണ്ടെത്തുന്നവന് അത് ജീവനാണ് എന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ വചനം ജീവനാണ്. സദൃശവാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ ചാപ്റ്ററില് 20 തൊട്ട് 22 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ ജീവനാണ് അല്ലെ? നമ്മുടെ ജീവനും നമ്മുടെ ശരീരത്തിന് അത് സൗഖ്യമാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആത്മാവിന് മാത്രമല്ല, ദൈവത്തിന്റെ വചനം ആത്മാവിനും പ്രാണനും മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് സൗഖ്യം തരുന്നത് വചനമാണ്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, 22-ാമത്തെ വാക്ക് ശ്രദ്ധയോട് വായിക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനാണ് അല്ലെ? അവയെ കിട്ടുന്നവർക്ക് അത് സർവ്വദേഹത്തിന് സൗഖ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവയെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ വചനം കിട്ടുമെന്ന് നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ട്. ബൈബിൾ ഉള്ളപ്പോൾ അതെങ്ങനെ കിട്ടുന്നത്? ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവയെ കിട്ടുന്നവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ദൈവം അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് നമ്മുടെ കയ്യിൽ വെറുതെ ഉണ്ടെന്ന്
പഠിച്ചുകൊണ്ട് ബൈബിളിലെ കുറെ വചനങ്ങൾ നമ്മൾ മനഃപ്പാഠം പഠിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അത് നമ്മളുടേത് ആകുന്നില്ല എന്ന് ചുരുക്കം അല്ലെ. നമ്മൾക്കത് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം അല്ലെ. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ശിഷ്യന്മാരെ പഠിപ്പിച്ചിങ്ങനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഡെയിലി ഫുഡ് ഞങ്ങൾക്ക് തരണം എന്നാ ദൈവം നമ്മളോട് പഠിപ്പിച്ചു. ശിഷ്യന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളോട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ 6 നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ നമ്മളുടെ ഡെയിലി ഫുഡ് നമുക്ക് കിട്ടിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് വചനം എനിക്ക് ഇന്നത്തേത് കിട്ടണം അല്ലെ. ഒരു ദിവസത്തെ കാര്യത്തെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നാളെ ദിവസത്തേക്കുള്ള ഭക്ഷണം ദൈവം തരും. ഇന്നത്തേക്കുള്ള എനിക്ക് എന്റെ ഭക്ഷണം കിട്ടണം. എനിക്ക് ഇന്നത്തെ ഭക്ഷണം ഇല്ലായെങ്കിൽ അല്ലെ, എനിക്ക് വചനമാവുന്ന ഭക്ഷണം ഇല്ലായെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. ഓരോ ദിവസത്തെ കാര്യത്തെപ്പറ്റി മാത്രമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്റെ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ, ഇന്ന് എനിക്ക് എന്റെ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഇന്നത്തെ എന്റെ ഭക്ഷണം കിട്ടിയേ സാധിക്കത്തുള്ളൂ അല്ലെ. നാളെ എനിക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഇന്നത്തെ ഭക്ഷണം കൊണ്ട് ജീവിക്കാൻ സാധിക്കത്തില്ല അല്ലെ. നാളെ എനിക്ക് എന്റെ ഭക്ഷണം കിട്ടിയേ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനാ പറയുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഭക്ഷണം നമ്മൾ കിട്ടിയിരിക്കണം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളാണ് നമ്മുടെ ഭക്ഷണമെങ്കിൽ, ഇന്ന് എനിക്ക് നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടിയിരിക്കണം. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, അവയെ കണ്ടെത്തുന്നവർക്ക്, ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തുന്നവർക്ക് അത് ജീവനാവുന്നു, അവരുടെ ശരീരത്തിന് അത് ഹീലിംഗ് എന്നോ സൗഖ്യമാവുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ടെത്തിയേ മതിയാവും. ഞാൻ വെറുതെ വായിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ എനിക്ക് ഇന്ന് ഹോളി സ്പിരിറ്റിന്റെ ഹെൽപ്പോട് കൂടി ഇന്ന് എന്താണ് ദൈവമേ അങ്ങ് എന്നോട് സംസാരിക്കുന്നത്, ഇന്ന് ഞാൻ എന്താണ് അറിയേണ്ടത്, ഇന്നത്തെ എന്റെ ജീവിതത്തിന് വേണ്ടി അല്ലെ, ഓരോ ദിവസം എടുക്കാൻ ദൈവം നമ്മളോട് പറയുന്നത്, ഇന്നത്തെ എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്താണ് അറിയേണ്ടത്. അപ്പോൾ ദൈവം നമ്മളോട് പറയുമ്പോൾ അല്ലെ, ദൈവം തീർച്ചയായിട്ടും പറയും, അന്വേഷിക്കുന്നവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ദൈവം അല്ലെ. ദൈവത്തോട് ഹോളി സ്പിരിറ്റ് ഗോഡോട് ചോദിക്കുമ്പോൾ, ദൈവമേ ഞാൻ ഇന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇന്ന് എന്താണ് അങ്ങേക്ക് ഞാൻ ചെയ്യേണ്ടത് അല്ലെ, അങ്ങ് എന്താണ് അങ്ങയുടെ വചനം വഴി പറയേണ്ടത്, ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ലെ, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ വചനത്തിൽ നിന്ന് അല്ലെ, ഇന്നത്തെ എന്റെ ഫുഡ് എന്താണ്, എന്റെ ആഹാരം എന്താണ് അങ്ങയുടെ വചനത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവനത് വെളിപ്പെടുത്തി തരുമ്പോ അതിൽ നമ്മൾ ലാച്ച് ഓൺ ചെയ്യുക അല്ലെ. നമ്മൾ അതില് എന്താ പറയാ, മുറുകെ പിടിക്കുന്ന വ്യക്തികളായിരിക്കും. അത് ആ വചനം, ദൈവം നമുക്ക് തരുന്ന വചനം നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയുക ഭക്ഷണമാകട്ടെ, നമ്മുടെ ജീവനാകട്ടെ, അതിൽ മുറുകെ പിടിക്കുന്നവരാകുക. ഇന്ന് എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ, അതിനെന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് കൂടെ പറ്റത്തുള്ളൂ. ഇന്ന് ദൈവം തരുന്ന വചനം നമ്മുടെ ജീവനാകട്ടെ അല്ലെ, നമ്മുടെ ഭക്ഷണമാകട്ടെ, നമ്മുടെ വെള്ളമാകട്ടെ. അപ്പൊ ഇന്ന് നമ്മള് ദൈവം തരുന്ന അനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നവരായി, നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നവരായി. ഇന്നും നമ്മുടെ വിശ്വാസം വ്യഥാവായി പോയിട്ടില്ല, നാളെയും അതുപോലെ തന്നെ അല്ലെ. എന്ന് വെച്ച് ദൈവം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. നമ്മൾ തോന്നിയ രീതിയിൽ നമ്മൾ ജീവിക്കാതിരിക്കുക. ദൈവത്തിന്റെ വചനം കൂടിയേ പറ്റത്തുള്ളൂ. സുവിശേഷത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികൾ, ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ ആയേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെ. നമ്മൾക്ക് പിശാചിനെ ഓവർകം ചെയ്യേണ്ടതുള്ളൂ. അവനെ എന്താ പറയുന്നത്, അവൻ കൊണ്ടുവരുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അവനെ തരണം ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ. നമുക്ക് അവനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തിയേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളെ പാപം അല്ലെ, പാപത്തെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. പാപത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പാപത്തെ ഒരിക്കൽ പോലും നമുക്ക് അനുവദിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നമുക്കതിനെ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് ദൈവത്തിന്റെ വചനം കൂടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുവാണ് ഇങ്ങനെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച പോൾ വഴി ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുവാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഗോസ്പൽ അല്ലെ, സുവിശേഷം അല്ലെ, സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ. അതിൽ നിന്ന് ഇളകിപ്പോകുന്ന, ചഞ്ചലപ്പെട്ടു പോകുന്ന വ്യക്തികളാകരുത്. നിങ്ങൾ ചഞ്ചലപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാകാം നമ്മൾക്ക്. അതാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ ഭക്ഷണം നമുക്ക് കിട്ടണം. വചനം വായിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ജീവനില്ല അല്ലെ. ദൈവത്തിന്റെ വചനം പ്രകാശമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ വചനം നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക്
ശരിക്കും നമ്മൾക്ക് ഉള്ളിലേക്ക് നിറയുമ്പോൾ നമ്മളുടെ ജീവിതം പ്രകാശം കൊണ്ട് നിറയുകയും ചെയ്യുന്നു. ആ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം നമ്മൾ അവന്റെ അടുത്തായിരിക്കെ തന്നെ വേണം, അല്ലെ? അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം, അല്ലെ? പോളോ പറഞ്ഞ പോലെ എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് അവനിലായിരിക്കണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ഇത് അവസാനത്തെ കാലമാണ് സുഹൃത്തുക്കളെ. നാളെ എന്നുള്ളത് നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് അവൻ നമ്മളെ വിളിച്ചാൽ, അല്ലെ? ഇന്നത്തെ ജീവിതം പരിശുദ്ധമായിട്ട് ജീവിക്കുന്നവരായിരിക്കണം, അല്ലെ? അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസത്തിന് വേണ്ടി എന്റെ ഡെയിലി, ഇന്ന് എനിക്കുള്ളത് എന്റെ ഡെയിലി ബ്രെഡ് തരണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? എനിക്ക് ഒരാഴ്ചത്തേക്ക് മൊത്തമുള്ള ഭക്ഷണം തരണമെന്നല്ല, ഒരു മാസത്തേക്കുള്ള ഭക്ഷണം തരണമെന്നല്ല, ഇന്നലത്തെ ഭക്ഷണം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം എന്നുമല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് തരണമേ, അല്ലെ? അതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. ദൈവമേ, എനിക്ക് ഇന്ന് അങ്ങയിലേക്ക് അങ്ങയെ ക്ലിങ് ഓൺ ചെയ്യാൻ വേണ്ടി, അല്ലെ? അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് പറയുന്ന അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നാളെയും അതുപോലെ, നാളെ അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, നാളത്തെ കഴിഞ്ഞു അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് ഇന്ന് കഴിഞ്ഞു കൂടാനായിട്ട്, അല്ലെ? ഇന്ന് ഒരു തെറ്റും കുറ്റവും ഞാൻ ചെയ്യാതെ, അങ്ങക്കെതിരായിട്ട് ഒന്നും ചെയ്യാതെ, അല്ലെ, ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണം. അങ്ങയുടെ വചനം എന്റെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം എന്റെ ശക്തിയായിട്ട് തീരട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതിനെപ്പറ്റി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, അല്ലെ? പോൾ വഴി കൊരിന്ത്യരോട് പറഞ്ഞ പോലെ നമ്മൾ വചനത്തിൽ, അല്ലെ, ആ ഗോസ്പൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. അതാ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് ജീവിതങ്ങളില്ല, അല്ലെ? ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇന്ന് നമ്മൾ എങ്ങനെയായിരിക്കും അതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ്, പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞങ്ങൾ ഓവർകം ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. ഓരോ ദിവസവും കർത്താവ് അങ്ങയിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്, പ്രേസ് യു, വർഷിപ്പ് യു. താങ്ക് യു ജീസസ്. അങ്ങക്ക് അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടിട്ട് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകും.